അതെ, തീർച്ചയായിട്ടും വിധിന്യായത്തിൽ തൃപ്തനാണ്. ഇത് പ്രോസിക്യൂഷന്റെ വിജയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ വിനീത് സാറ്, നമ്മുടെ ടീമംഗങ്ങളായ ശ്രീ ജോൺസൺ, രാസിത്ത്, കേസ് എഴുതിയ ഷാജഹാൻ, അതുപോലെ അസിസ്റ്റ് ചെയ്ത ബാക്കി ഷിൻലാൽ തുടങ്ങിയ എല്ലാവരുടെയും കൂടെ കൂട്ടായ ഒരു വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത്. ശില്പ മാഡത്തിൻ്റെ ഈ കേസിൻ്റെ മേൽനോട്ടത്തിനെക്കുറിച്ചും ഈ അവസരത്തിൽ പിന്നെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ പിന്തുണയും ഈ കേസിലുണ്ടായിരുന്നു. രണ്ടാം പ്രതിയെ കോടതി വെറുതെ വിടാനായിട്ട് തീരുമാനിച്ചതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കമൻറ്റ് ചെയ്യാനായിട്ടില്ല. തെളിവുകൾ കോടതി ശരിയായ രീതിയിൽ വിലയിരുത്തിയാണല്ലോ ഈ വിധി പ്രഖ്യാപനം വന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാസർഗോഡാണ് ഉള്ളത്. അവിടെ നിന്ന് ഈ വിധിന്യായം കേൾക്കാനാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. എന്തായിരുന്നു പ്രതീക്ഷിച്ച പോലെയാണോ വിധി വന്നത്? അതെ, ഇത് ഞാനിപ്പോൾ കാസർഗോഡ് DC എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ള ഒന്നാം പ്രതിക്ക് ഉള്ള ശിക്ഷ കോടതി കുറ്റക്കാരിയാണെന്ന് ശരിവെച്ചിട്ടുണ്ട്. 3 പ്രതികൾക്കെതിരെയും ശക്തമായ തെളിവുകൾ തന്നെയാണ് പ്രോസിക്യൂഷൻ ഭാഗം പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം ഒക്കെ നിരത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കോടതി വിധി വന്നിരിക്കുന്നത്. ഇത് വളരെ സങ്കീർണമായൊരു കേസാണ്. ആദ്യം തുടക്കം മുതലേ പോലീസ് അന്വേഷണത്തിന് പല രീതിയിലുള്ള വെല്ലുവിളികളും നേരിട്ടിരുന്നുവെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ പിന്തുടർന്നുകൊണ്ടുള്ള അന്വേഷണമാണ് ഇതിൽ ഒടുവിൽ കോടതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. രണ്ടാം പ്രതിക്കെതിരെയും തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഇത് അന്ന് അന്വേഷിച്ചിരുന്ന മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ SP ആയിരുന്ന ഇപ്പം കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ശില്പ മാഡത്തിൻ്റെയും അതുപോലെ സുൽഫിക്കർ സാറ്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ റാസിത്ത്, മറ്റ് അംഗങ്ങളായിട്ടുള്ള ആൽബിൻ, അതുപോലെ സതീഷ്, ഷിനിലാൽ തുടങ്ങിയ ടീമംഗങ്ങളും ഇതിൽ കേസിൻ്റെ ചാർജ് കൊടുക്കുന്നവരെ പൂർണ്ണമായിട്ടും ട്രയൽ അവസാനിക്കുന്നവരെ കൂടെ നിൽക്കുകയും മറ്റുള്ള മുഴുവൻ മേലുദ്യോഗസ്ഥന്മാരും ഈ കേസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹമായിട്ട് ആലോചിച്ച് മറ്റുള്ള ആൾക്കാരുമായിട്ട് ആലോചിച്ച് ചെയ്യും എന്നാണ് പറയുന്നത്. ഈ കേസിന്റെ ചാർജ് ഷീറ്റ് കൊടുത്തത് DYSP റാസിത്താണ്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. എത്ര പേജുള്ള കുറ്റപത്രമായിരുന്നു താങ്കൾ സമർപ്പിച്ചത്? ഈ ഒരു പ്രതിയെ വെറുതെ വിടാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? ഈ കേസിലെ 3 പേർക്കെതിരെയാണ് ചാർജ് കൊടുത്തിരുന്നത്. അതിൽ ഒന്നാം പ്രതിക്കെതിരെയുള്ള ചാർജ് പൂർണ്ണമായും കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാം പ്രതിയുടെ കാര്യത്തിൽ മാത്രം കോടതി തെളിവിൻ്റെ അഭാവത്തിൽ അവരെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. അത് കോടതി തെളിവ് വിലയിരുത്തിയതിൽ ഉണ്ടായ വിധിന്യായമാണ്. മൂന്നാം പ്രതിക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനുള്ള കുറ്റം തെളിഞ്ഞതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലെ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നത് ഇത് കേരളത്തിലാണോ നടന്നത്, തമിഴ്നാട്ടിലാണോ നടന്നത് എന്നുള്ള ഡിസ്പ്യൂട്ടായിരുന്നു പ്രധാനമായിട്ടും. അതിനെ നമ്മൾ ഈ കേസ് ഞാൻ അന്വേഷണം ഏറ്റെടുത്ത ശേഷം അതിനകത്ത് കേരളത്തിലാണ് ഇതിൻ്റെ സംഭവം നടന്നത്. കേരളത്തിൽ നിന്നും ഈ പയ്യനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടാണ് ഈ മരണം നടത്തിയതെന്നുള്ളതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് കോടതി അത് വിലയിരുത്തി അത് ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവർക്ക് അത് സുപ്രീം കോടതി വരെ ചലഞ്ച് ചെയ്ത് പോയ കേസാണ്. സുപ്രീം കോടതി വരെ പോയിട്ടും അതിനെ അവർക്ക് തിരിച്ച് ട്രയൽ കോടതിയിൽ വരികയും ട്രയൽ കോടതി അത് അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു വിജയമാണ് നൽകിയത്. ഇതിൽ നമ്മൾ അന്വേഷണം നടത്തിയ കാരണം എൻ്റെ മെജോറിറ്റി അന്വേഷണം നടത്തിയത് നമ്മൾ ജോൺസണാണ്. അതിനുശേഷം സുൽഫിക്കർ സാർ അന്വേഷിച്ചു. തുടർന്ന് ഞാനാണ് കേസിൻ്റെ അന്വേഷണം നടത്തി. പിന്നെ ഏകദേശം 1 വർഷത്തോളം ആ പെൺകുട്ടിയുടെ ബെയിലുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി പോവുകയും ഹൈക്കോടതികളിൽ പോയി ആ ബെയിൽ തടഞ്ഞു നിർത്താൻ മാക്സിമം ശ്രമിക്കുകയും എന്നാൽ നമുക്കത് കസ്റ്റഡിയിൽ കിടന്ന് ആ കുട്ടിക്ക്